Next question, question number 8. Question number 8 straight lines എന്നുള്ളൊരു question ആണ്. Let the points 11/2 alpha lie on or inside the triangle with sides x plus y equal to 11, x plus 2y equal to 16 and 2x plus 3y equal to 29. Then the product of the smallest and largest value of alpha is equal to. അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ തന്നിട്ടില്ല, ഒരു 3 ലൈൻസ് വെച്ചിട്ടാണ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11/2 ആൽഫ ആ ട്രയാങ്കിളിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോ ആവാനുള്ള മിനിമം ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് ആൽഫയുടെ പ്രൊഡക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന 3 ലൈൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ 3 ലൈൻസ് വെച്ചിട്ട് നമുക്ക് 3 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ആ ട്രയാങ്കിൾ ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് 11/2 ആൽഫ അതിൻ്റെ ഉള്ളിൽ വരുമോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് അറിയണം. അപ്പോൾ വെർട്ടിസസ് അറിയാൻ തന്നിട്ടുള്ള 3 സൈഡുകളെ സോൾവ് ചെയ്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 ആണ് ഫസ്റ്റ് ട്രയാങ്കിൾ, ഫസ്റ്റ് ലൈൻ. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 16 ആണ് അടുത്ത സൈഡ്. 2x പ്ലസ് 3y ഈക്വൽ 29 ആണ് മൂന്നാമത്തെ സൈഡ്. ഈ 3 സൈഡും കൂടിയും സോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ 3 വെർട്ടിസസ് കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് വെർട്ടെക്സ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 16ഉം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11ഉം കൂടിയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2y മൈനസ് y ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഈ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 16, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും, എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ ഈ പോയിൻ്റ് 65 ആണ്, ആ പോയിൻ്റ് 65 ആണ്. ഇനി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11, അതിന് നമുക്ക് 2x പ്ലസ് 2y ഈക്വൽ ടു 22 എന്ന് എഴുതാം. പിന്നെ ഈ ലൈൻ 2x പ്ലസ് 3y ഈക്വൽ ടു 29 എന്ന് എഴുതാം. ഈ 2 ലൈനും കൂടിയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. y ഈക്വൽ ടു 7 ആണെന്നുണ്ടെങ്കിൽ x ഈക്വൽ ടു 4 ആണ്, കാരണം x പ്ലസ് y 11 ആണ്. ഇനി ഈ പോയിൻ്റ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 16 ആണ്, അതിനെ ഞാൻ 2x പ്ലസ് 4y ഈക്വൽ ടു 32 എന്ന് എഴുതി. അതും ഈ ലൈനും കൂടിയും 2x പ്ലസ് 3y ഈക്വൽ ടു 29, ഈ 2 ലൈനും കൂടിയും സോൾവ് ചെയ്യുമ്പോൾ കിട്ടും y ഈക്വൽ ടു 3 എന്ന് കിട്ടും. y ഈക്വൽ ടു 3 കിട്ടിയാൽ x ഈക്വൽ ടു 16 മൈനസ് 2y ആണ്. x ഈക്വൽ ടു 16 മൈനസ് 2y ആണ്. 16 മൈനസ് 6 10 കിട്ടും. 16 മൈനസ് 6 10 കിട്ടും. അപ്പോൾ ആ പോയിൻ്റ് അപ്പോൾ ആ പോയിൻ്റ് 310 ആണ്. 2x പ്ലസ് 310 അല്ല 10 എക്സ് അല്ലേ 10. 2x പ്ലസ് 3y y ഈക്വൽ ടു 3, x ഈക്വൽ ടു 10 3 എന്ന് കിട്ടും. അപ്പോൾ ആ പോയിൻ്റ് 10 ആണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏകദേശം ഒരു പൊസിഷനിങ് മനസ്സിലാക്കാൻ പറ്റും. ഒരു പോയിൻ്റ് 47 ആണ്, 47 ആണ് ഒരു പോയിൻ്റ്. ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ ഇവിടെ ആയിട്ട് 6 വരും, 5 ഇവിടെ വരും. അടുത്ത പോയിൻ്റ് 65 ആണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോയിൻ്റ് 10 ആണ്. ഇവിടെയാണ് 3, ഇതാണ് 10 3. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഇതാണ് ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇനി ചെയ്യേണ്ടത് 11/2. 11/2 എന്ന് പറഞ്ഞാൽ 5.5. 11/2 ആൽഫ. 11/2 ആൽഫ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് ഈക്വൽ ടു 11/2, അതായത് എക്സ് ഈക്വൽ ടു 11/2. ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ 11/2 ആൽഫ എന്ന് പറഞ്ഞ പോയിൻ്റ്. ആ എക്സ് ഈക്വൽ ടു 11/2 ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും 11/2 ആൽഫ എന്ന് പറഞ്ഞ പോയിൻ്റ്. അപ്പോൾ ഈ ലൈനിൽ എവിടെയോ ആണ് 11/2 ആൽഫ എന്ന് പറഞ്ഞ പോയിൻ്റ്. ആ പോയിൻ്റ് ഈ ട്രയാങ്കിളിലോ ഒന്നുകിൽ ട്രയാങ്കിളിലോ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ അകത്തോ ആയിരിക്കണം. ട്രയാങ്കിളിൻ്റെ അകത്തോ ആയിരിക്കണം. അതായത് 11/2 ആൽഫ എന്ന് പറഞ്ഞ പോയിൻ്റ് ഈ ചെറിയൊരു സ്ട്രിപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലായിരിക്കണം, ആ ചെറിയ സ്ട്രിപ്പിൻ്റെ ഉള്ളിലായിരിക്കണം. അതായത് 11/2 ആൽഫ എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെയും ഇടയിലായിരിക്കണം, ആ 2 ലൈനിൻ്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ ഈ 2 ലൈൻ ഏതൊക്കെയാണ്? ഈ പോയിൻ്റ് ഏതാണ്? 47. ഈ പോയിൻ്റ് ഏതാണ്? 65. ഈ പോയിൻ്റ് ഏതാണ്?
10, 3. അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 47നെയും 65നെയും കണക്ട് ചെയ്യുന്ന ലൈനാണ്. 47നെയും 65നെയും കണക്ട് ചെയ്യുന്ന ലൈൻ ഏതാണ്? x+y = 11. ഇനി മേലത്തെ ലൈൻ 47നെയും 10, 3നെയും കണക്ട് ചെയ്യുന്ന ലൈനാണ്. അത് 2x + 3y = 29. 2x + 3y = 29. അപ്പോൾ ഈ രണ്ട് ലൈനിൻ്റെയും ഇടയിലായിരിക്കണം. ഇപ്പോൾ ആൽഫയുടെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ആൽഫയുടെ ഏറ്റവും മിനിമം വാല്യൂ. അതാണ് ആൽഫയുടെ ഏറ്റവും മിനിമം വാല്യൂ. ആ മിനിമം വാല്യൂ എപ്പോഴാണ് സംഭവിക്കുക? ആ ആൽഫ ഈ ലൈനിലാവുമ്പോൾ. ആൽഫ എന്ന് പറയുന്നത് ആ ലൈനിലാവുമ്പോൾ x+y = 11 എന്ന ലൈനിലാവുമ്പോഴാണ് ആൽഫയ്ക്ക് ഏറ്റവും മിനിമം വാല്യൂ കിട്ടുക. അപ്പോൾ അവിടുത്തെ, അതായത് എക്സിന് ഓൾറെഡി 11/2 ആണെന്നുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ y വാല്യൂ ആണ് ആൽഫയുടെ മിനിമം വാല്യൂ. അവിടുത്തെ y വാല്യൂ ആണ് ആൽഫയുടെ മിനിമം വാല്യൂ. അവിടുത്തെ y വാല്യൂ = 11 - x. 11 - x ആണ്. x = 11/2. 11 - 11/2. 11/2 ആണ് ആൽഫയുടെ മിനിമം വാല്യൂ. ആൽഫയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 11/2 ആണ്. ഇനി ആൽഫയ്ക്ക് എപ്പോഴാണ് മാക്സിമം വാല്യൂ സംഭവിക്കുക? ആൽഫ ഈ പോയിൻ്റ് ആകുമ്പോൾ. ആൽഫ ആ പോയിൻ്റ് ആകുമ്പോഴാണ് ആൽഫയ്ക്ക് മാക്സിമം വാല്യൂ. എന്ന് വെച്ചാൽ ആൽഫ 2x + 3y = 29 എന്നുള്ള ലൈനിലെ പോയിൻ്റ് ആയിരിക്കണം. 2x + 3y = 29 എന്നുള്ള ലൈനിലെ പോയിൻ്റ് ആയിരിക്കണം. അവിടുത്തെ y വാല്യൂ എന്താണ്? 29 - 2x/3. 29 - 2x/3. എക്സിൻ്റെ വാല്യൂ എന്താണ്? 11/2. അപ്പോൾ 2x എന്താണ്? 11/3 = 6. = 6 ആണ് ആൽഫ മാക്സ്. ആൽഫയുടെ മാക്സിമം വാല്യൂ 6 ആണ്. ആൽഫയുടെ മാക്സിമം വാല്യൂ 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് പ്രൊഡക്റ്റ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ആൽഫ. ആൽഫയുടെ മാക്സിമം വാല്യൂവിൻ്റെയും മിനിമം വാല്യൂവിൻ്റെയും പ്രൊഡക്റ്റാണ് ചോദിച്ചത്. ആൽഫ മാക്സ് × ആൽഫ മിൻ 6 × 11/2, അതായത് 33. 6 × 11/2 33 ആണ് ആൻസർ വരിക. ആൽഫയുടെ മാക്സിമം വാല്യൂവിൻ്റെയും മിനിമം വാല്യൂവിൻ്റെയും പ്രൊഡക്റ്റ്. സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ 33, ഓപ്ഷൻ 3.